കുടിയേറ്റത്തിനായി വിദ്യാർത്ഥികൾ കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങി നിരവധി രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. അടുത്തിടെയായി ഓസ്ട്രേലിയയിലേക്കും വലിയ രീതിയിലുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് രേഖപ്പെടുത്തിയിരുന്നു. രാജ്യത്തേക്ക് വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഓസ്ട്രേലിയ പുതിയ വിസ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശ്വസനീയമെന്ന് കരുതുന്ന സ്കൂളുകൾക്കും, അതായത് നല്ല സ്കൂളുകൾക്കും കോളേജുകൾക്കുമുള്ള വിദ്യാർത്ഥി വിസ അപേക്ഷകൾക്കാണ് മുൻഗണന നൽകുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജേസൺ ക്ലെയർ പറഞ്ഞു. 2 ടയർ വിസ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. 2 തലങ്ങളിലോ വിഭാഗങ്ങളിലോ വിസ അപേക്ഷകൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് 2 ടയർ വിസ സിസ്റ്റം. ഓരോന്നിനും വ്യത്യസ്ത മുൻഗണനകളോ ആവശ്യകതകളോ ഉണ്ടാകും. വിശ്വസനീയമെന്ന് കരുതുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കുമുള്ള വിദ്യാർത്ഥി വിസ അപേക്ഷകൾക്കായിരിക്കും ഇനി സർക്കാർ മുൻഗണന നൽകുക. ഇത് വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് കുടിയേറ്റം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഓസ്ട്രേലിയയിലെ അംഗീകൃത കോളേജുകളിൽ അനുവദിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്വാട്ടയിലെ 80% വിസ പ്രോസസ്സിംഗ് വേഗത്തിലാക്കും. ബാക്കി വരുന്ന 20%-ൽ നിയന്ത്രണം കൊണ്ടുവരും. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കർശനമായ പരിധി നിശ്ചയിക്കാനുള്ള നേരത്തെയുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ വരവ് കുറയ്ക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം ഈ നിർദ്ദേശം പാർലമെന്റിൽ എതിർത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം സന്തുലിതമാക്കുന്നതിനും കൂടുതൽ വിദ്യാർത്ഥികളെ ചെറിയ അല്ലെങ്കിൽ പ്രാദേശിക സർവകലാശാലകൾ തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ തന്ത്രം പ്രധാനമാണെന്ന് ധനമന്ത്രി കാറ്റി ഗലഗർ വിശദീകരിച്ചു. മഹാമാരിക്ക് ശേഷമുള്ള കുടിയേറ്റം കുത്തനെ കൂടിയിട്ടുണ്ട്. വരുന്ന മെയ് 17-ന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ കുടിയേറ്റം ഇപ്പോൾ ഒരു ചൂടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വർധനവ് കൈകാര്യം ചെയ്യാൻ ലേബർ സർക്കാർ സമ്മർദ്ദത്തിലാണ്. ഈ വർഷത്തെ മൊത്തം വിദേശ കുടിയേറ്റം 2,60,000-ൽ നിന്ന് 3,40,000-ആയി ഉയരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. താൽക്കാലിക സ്കിൽഡ് ഷോർട്ടേജ് വിസയ്ക്ക് പകരം സ്കിൽഡ് ഇൻ ഡിമാൻഡ് വിസയാണ് ഓസ്ട്രേലിയ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പുതിയ വിസ പ്രോഗ്രാമിൽ 3 ഓപ്ഷനുകളാണുള്ളത്. അവശ്യ കഴിവുകൾ, അതായത് എസെൻഷ്യൽ സ്കിൽസ്, പ്രധാന കഴിവുകൾ, കോർ സ്കിൽ, സ്പെഷ്യലിസ്റ്റ് കഴിവുകൾ, സ്പെഷ്യലിസ്റ്റ് സ്കിൽസ്. ഉയർന്ന ഡിമാൻഡുള്ള ജോലികൾക്കാണ് കോർ സ്കിൽസ് പാത്വേ. ഇതിൽ 456 വ്യത്യസ്ത തൊഴിലുകളാണ് ഉൾപ്പെടുന്നത്. പ്രതിവർഷം 70,000 ഓസ്ട്രേലിയൻ ഡോളറിനും 1,35,000 ഓസ്ട്രേലിയൻ ഡോളറിനും ഇടയിൽ വരുമാനം നേടുന്ന ആളുകൾക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ, പാചകക്കാർ, ഡോഗ് ട്രെയിനർമാർ, സാങ്കേതിക വിദ്യ, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, നിർമ്മാണം തുടങ്ങിയവയാണ് ഈ ലിസ്റ്റിൽ വരുന്ന ജോലികൾ. തൊഴിലാളികളെ ആവശ്യമുള്ള വ്യവസായങ്ങളിലെ പ്രധാനപ്പെട്ട ജോലികൾ നികത്തുന്നതിനൊപ്പം വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം സന്തുലിതമാക്കുക എന്നതാണ് പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നത്. കുടിയേറ്റ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനും തൊഴിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള ഓസ്ട്രേലിയയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണിത്.